तो कैसे है आप लोग? ഇന്ന് നമ്മൾ റോസ്റ്റ് ചെയ്യാൻ പോകുന്ന ആ വീഡിയോ, ഇന്ന് നമ്മൾ റോസ്റ്റ് ചെയ്യാൻ പോകുന്ന ആ വ്യക്തി ഒരു പ്ലേ ബോയ് അല്ല, അവനൊരു ലേഡി ബോയും അല്ല, അവനാണ് സെക്സി ബോയ്. ഇല്ല നമുക്ക് ഒരുമിച്ച് പറയാം. 1 2 3 സെക്സി ബോയ്. कौन है वो, कहां से वो आया, चारों दिशाओं में तेज सा वो छाया, उसकी भुजाएं बदलें कथाएं, भागीरथी तेरी तरफ. അപ്പം സെക്സി ബോയ് നിങ്ങൾ കണ്ടു കാണും. ഞാൻ ഇൻട്രോ ഇട്ടായിരുന്നു സെക്സി ബോയുടെ. പുള്ളിയുടെ യഥാർത്ഥ പേര് ദീപക് കലാൽ ഉർഫ് ബാഹുബലി. പുള്ളിയുടെ താമസം പൂനെയിലാണ്. പുള്ളി യൂട്യൂബറും ടിക്ടോക്കറും അതേപോലെ തന്നെ ഇതേപോലെ ഒരു ബോളിവുഡിനകത്ത് ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരാളായിരുന്നു. അപ്പം പുള്ളി ഇതേപോലെ ടിക്ടോക്ക് ഇതേപോലെ ഉടായ്പ വീഡിയോ സ്വിച്ച് വീഡിയോ എടുത്തുകൊണ്ട് അവിടുത്തെ നാട്ടുകാർ सॉरी बोल सॉरी इधर कॉल लेके इधर कॉल लेके कुछ नहीं कहूंगा, सिर्फ उसमें बता तूने मुझे क्या बोला था. फगवाड़ा का फुकरा बोला फगवाड़े का फगवाड़े. അപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണും ദീപക് കലാൽ ഉഫ് ബാഹുബലിയെ ആൾക്കാർ എത്രയോ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് അവിടുന്ന് അടിച്ചു ഓടിച്ച് ഇപ്പം ദീപക് കലാലിനെ കാണാൻ പറ്റുന്നത് കശ്മീരിലും ഗോവയിലും മാത്രമാണ് ദീപക് കലാലിനെ കാണാൻ പറ്റുന്നത്. കാരണം ദീപക് കലാൽ കശ്മീരിൻ്റെ കലി. अभी मैं जिस होटल में रुका हूँ वहाँ पर ये बनाना है और मुझे बनाना बेहद पसंद है. सुना है कि ये बनाना कच्चा है और इसे पकने में पूरे 1 महीने लगेंगे और इसीलिए मैंने ये कमरा पूरे 1 महीने के लिए बुक किया है. ബനാന എന്ന് പറഞ്ഞാൽ പഴം, നല്ല നീളമുള്ള പഴം. ദീപക് കലാൽ ഉർഫ് ബാഹുബലിക്ക് സെക്സി ബോയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ബനാന. അങ്ങനെ ദീപക് കലാൽ ഒരു ഹോട്ടലിൽ പോന്ന് അവിടെ കുറേ ബനാന കാണുന്നു. അങ്ങനെ ഈ ബനാന ദീപക് കലാൽ തിരക്കിയപ്പം അവിടുത്തെ വെയിറ്റർമാരൊക്കെ പറഞ്ഞ് 1 മാസമാവും ഇത് പഴുക്കാൻ. അപ്പോൾ ദീപക് കലാൽ 1 മാസത്തേക്ക് ആ റൂം ബുക്ക് ചെയ്ത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിക്കോ ദീപക് കലാലിൻ്റെ ബനാന എത്ര ഇഷ്ടമാണെന്ന്. നീളമുള്ള ബനാന. तुम बहुत ही शरारती और नॉटी हो. मुझे लगता है कि मुझे यही लेना चाहिए. फैंस, what do you think? Is it too big or is it okay? ഈ മയിലിനെ പറ്റി എന്തോ പറയണം, എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. അവന് ബനാനയും കൊണ്ട് മുഴുക്കാത്തതുകൊണ്ട് അവൻ ചൊരക്കയുടെ പുറകെ പോയി. അത് നീളമുള്ള ചൊരക്ക. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ദീപക് കലാലിന് ചൊരക്ക എത്രയോ ഇഷ്ടമാണെന്ന്. वो पंजाबी जो मेरे मुंह में पिचकारी छोड़ देगा. ദീപക് കലാൽ വിശന്നിരിക്കുക. നമ്മുടെ ഒരു ആഗ്രഹം പറയുക, ഏതെങ്കിലും ഒരു പഞ്ചാബി ഉണ്ടോ ദീപക് കലാലിൻ്റെ വായിക്കകത്ത് പുളിപ്പുള്ള തൈര് ഒഴിക്കും. അപ്പം എനിക്ക് സർക്കാരിൻ്റെ അടുത്ത് ഒരു പെറ്റീഷനുണ്ട്, ഒരു നിവേദനമുണ്ട്. ഒരു ദിവസം 3 നേരം ദീപക് കലാലിൻ്റെ വായിക്കകത്ത് പുളിപ്പുള്ള തൈര് ഒഴിക്കാനുള്ള സംവിധാനം നിങ്ങൾ എത്രയും പെട്ടെന്ന് റെഡിയാക്കണമെന്നാണ് എനിക്ക് സർക്കാരിൻ്റെ അടുത്ത് പറയാനുള്ളത്. ദീപക് കലാൽ വിശന്നിരിക്കുക. कलाल बहुत भूखा है. अब 2-4 से काम नहीं चलेगा. मुझे अखंड भारत की जरूरत है फैंस. मुझे अखंड भारत की जरूरत है. इसे जनहित में जारी करो. इसे जनहित में जारी करो. അവന് പഴം കൊണ്ട് തൃപ്തിയായില്ല, ചൊരക്കയും കൊണ്ട് തൃപ്തിയായില്ല. ഇപ്പം അഖണ്ഡ് ഭാരതിലെ ആണുങ്ങളെ വേണമെന്നാണ് പറയുന്നത്. ഇവൻ്റെയൊക്കെ അവസ്ഥ എന്തോ ആയിരിക്കും? ഇവൻ്റെ എന്തോ അവസ്ഥയാണെന്ന് നിങ്ങൾ ഈ കമൻറ്റിനകത്ത് നിങ്ങൾ ടൈപ്പ് ചെയ്ത് പറയണം. അഖണ്ഡ് ഭാരതിലെ ആൾക്കാർ ഇവരുടെ അടുത്ത് ചെല്ലുമ്പോൾ അവൻ്റെ എന്തോ അവസ്ഥയായിരിക്കണം. നിങ്ങളത് തീർച്ചയായും കമൻറ്റിനകത്ത് എഴുതി ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്യണം. ഒരു വർഷം മുമ്പേ വിരാട് കോഹ്ലി ഒരു 100 km/h ഒരു സിക്സ് അടിച്ചപ്പോൾ ആ ബോൾ കറങ്ങി വന്ന് ദീപക് കലാൽ ഉഫ് ബാഹുബലിയുടെ കോതമംഗലത്തിന് കയറിപ്പോയി. ബാക്കി നിങ്ങൾ നോക്കിക്കോ എന്തോ സംഭവിച്ചെന്ന്. विराट, तुम तो तुम्हारी रातें रंगीन कर कर चले गए, लेकिन
मैं प्रेग्नेंट हो गया विराट, और मुझे अभी पूरा 9वां महीना चल रहा है। आ, 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 बहुत मुझे दर्द हो रहा है, बहुत दर्द। ये बच्चा जो है ये कभी भी बाहर आ सकता है विराट। കൊച്ചെങ്ങനെ വയറ്റിൽ കിടന്ന് ചവിട്ടായിരിക്കുന്നത്? കൊച്ചിന് മനസ്സിലായി ഇത് പൂജപ്പുര സെൻട്രൽ ജയിലാണ്, ഇവിടുന്ന് രക്ഷപ്പെടാൻ ഒരിക്കലും പറ്റത്തില്ല. വെള്ളമുണ്ടോ ചോറുണ്ടോ ഒന്നുമില്ല, ഉണ്ടെങ്കിൽ പുളിപ്പുള്ള തൈര് മാത്രം, അതും ഒരു പഞ്ചാബിയുടെ. നമ്മൾ ഇത്രയൊക്കെ പറഞ്ഞില്ലയോ, ഇത്രയൊക്കെ നമ്മൾ ദീപക് കലാൽ ഉർഫ് ബാഹുബലി നമ്മൾ റോസ്റ്റ് ചെയ്ത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ലാസ്റ്റ് ഒരു വീഡിയോ ഇതാ. ദീപക് കലാൽ ഉർഫ് ബാഹുബലിയുടെ ഈ റോസ്റ്റിംഗ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്കും ചെയ്യണം, അതുപോലെ ഷെയറും ചെയ്യണം. കട്ടിക്ക് ഷെയർ ചെയ്തോ. പിന്നെ അതേപോലെ തന്നെ ഈ റെഡ് കളർ ബെല്ലൈക്കോണില്ലയോ, അതിനകത്ത് നിങ്ങൾ നീളമുള്ള പഴം എടുത്ത് എറിഞ്ഞോ അല്ലെങ്കിൽ ചൊരക്ക എടുത്ത് എറിഞ്ഞോ എനിക്കറിയണ്ട, പക്ഷേ എൻ്റെ ബെല്ലൈക്കൺ പ്രസ് ആയിരിക്കണം. അപ്പം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അൺടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.